കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ എങ്ങനെയാണ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് ലഭിക്കുന്നത്, എക്സാമിനേഷൻ്റെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, നിങ്ങളുടെ സിലബസിൽ ഏതൊക്കെ നിങ്ങൾക്ക് പഠിക്കണം, ഇങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഇടുന്ന ഇങ്ങനത്തുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളെ ഒരു സ്പെഷ്യൽ കുട്ടികളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4 ഇയർ ഡിഗ്രി കോഴ്സ് ആദ്യമായിട്ട് കേരളത്തിലുടനീളമുള്ള യൂണിവേഴ്സിറ്റികളിൽ ആദ്യമായിട്ട് ചൂസ് ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പെഷ്യൽ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടാണ് ഈ വർഷം ഡിഗ്രി എക്സാമിനേഷനും അതുപോലെ തന്നെ അതിൻ്റെ മാർക്കിംഗ് സിസ്റ്റവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറയും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുടെ കമൻറ്റിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലോ വാട്സപ്പിലോ ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എക്സാമിന് ടൈം ടേബിൾ ഓൾറെഡി വന്നു. ടൈം ടേബിൾ വന്നപ്പോൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുണ്ട്. കാരണം എല്ലാ വർഷത്തെ പോലെ 3 ഇയർ ഡിഗ്രി പോലെയല്ല ടൈം ടേബിൾ, സബ്ജക്റ്റുകളല്ല വന്നിരിക്കുന്നത്, മേജർ മൈനർ എന്നാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഏതൊക്കെയാണ് നമ്മളുടെ സബ്ജക്റ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പം വിദ്യാർത്ഥികൾക്കെല്ലാം കോളേജിൽ നിന്ന് അതത് ടൈം ടേബിളുകൾ പബ്ലിഷ് ചെയ്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ദിവസം ഏതൊക്കെയാണ് എക്സാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ എക്സാമിനേഷൻ്റെ ഡേറ്റിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതനുസരിച്ചായിരിക്കണം നിങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറാവേണ്ടത്. അപ്പോൾ ഒരു 4 ഇയർ ഡിഗ്രി സെമസ്റ്റർ 1 and 2 അല്ലെങ്കിൽ ഒരു 8 സെമസ്റ്ററിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ ഒരു 6 സെമസ്റ്റർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രി കോഴ്സ് ഇപ്പോൾ ഒരു 8 സെമസ്റ്ററിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്ന് ഇവാലുവേഷൻ്റെ കേസാണ്, അതായത് എക്സാമിനേഷൻ്റെ മാർക്ക് നോക്കുന്ന ഒരു കേസ് തന്നെയാണ്. അതിൽ ഓഡ് സെമസ്റ്റർ ആണെങ്കിൽ കോളേജ് ലെവൽ എക്സാമിനേഷൻ വാലുവേഷനും അതുപോലെ തന്നെ ഈവൻ സെമസ്റ്റർ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിലും ആയിരിക്കും നോക്കുന്നത്. അതായത് 1, 3, 5, 7 സെമസ്റ്ററുകളിലാണെങ്കിൽ അതത് കോളേജുകളിൽ പേപ്പർ വാല്യുവേഷൻ നടക്കുകയും 2, 4, 6, 8 സെമസ്റ്ററുകളാണെങ്കിൽ അത് യൂണിവേഴ്സിറ്റി പഴയ പോലെ തന്നെ യൂണിവേഴ്സിറ്റി ഒരു എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയും അവിടെ വെച്ചിട്ടായിരിക്കും വാല്യുവേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വ്യത്യാസം വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഈ ഒരു 3 വർഷ കോഴ്സ് വരെയും എന്തായിരുന്നു, ഇൻറ്റേർണൽ മാർക്ക് ഇടാൻ മാത്രമായിരുന്നു കോളേജിലെ ടീച്ചേഴ്സിന് പറ്റുന്നത്. ഇനിയിപ്പം ഒരു എക്സ്റ്റേണൽ വാല്യുവേഷനൂടി കോളേജ് ലെവലിൽ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡൗട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്കിൻ്റെ 30% ഇൻറ്റേർണൽ മാർക്കും ബാക്കി 70% നിങ്ങളുടെ എക്സ്റ്റേണൽ വാല്യുവേഷനിലൂടെ വരുന്നത്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ക്രെഡിറ്റ് നിങ്ങൾക്കറിയാമല്ലോ, മേജർ സബ്ജക്റ്റുകൾക്ക് 4 ക്രെഡിറ്റ് പോയിൻറ്റ്, മൈനർ 4 ക്രെഡിറ്റ് വരുന്നുണ്ട്, പിന്നെ MDC 3 ക്രെഡിറ്റ്, AEC 2 ക്രെഡിറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതാണ് നിങ്ങളുടെ മേജർ സബ്ജക്റ്റുകൾക്ക്, അതായത് ക്രെഡിറ്റ് 4 വരുന്ന സബ്ജക്റ്റുകൾക്ക് ടോട്ടൽ വരുന്നത് 80 മാർക്കാണ് വരുന്നത്. ആ ടോട്ടൽ 80 മാർക്കിൽ 56 മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതുകയും 24 മാർക്ക് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഇൻറ്റേർണലായിട്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം പിന്നെ വരുന്നത് 4 ക്രെഡിറ്റ് വിത്ത് പ്രാക്ടിക്കൽ വരുന്നുണ്ട്, 3 ക്രെഡിറ്റ് വിത്തൗട്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും വരുന്നുണ്ട്. അപ്പം 4 ക്രെഡിറ്റ് വിത്ത് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളുടെയും വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾക്കും മൊത്തത്തിൽ 60 മാർക്കാണ് വരുന്നത്. അതിൽ 42 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുകയും 18 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ടുമാണ് വരുന്നത്. ദെൻ നിങ്ങൾക്ക് 3 ക്രെഡിറ്റ് വരുന്നതാണ്. അതിന് ടോട്ടൽ വരുന്നത് 40 മാർക്കാണ്. അതിൽ 28 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുകയും ബാക്കി 12 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്കായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എക്സാമിനേഷൻ്റെ ടൈം എന്ന് പറയുന്നത് ഈ 80 മാർക്കിനുള്ള എക്സാമുകൾ 120 മിനിറ്റാണ് നടക്കുന്നത്, അതായത് 2 മണിക്കൂറാണ് നടക്കുന്നത്. 60 മാർക്കിൻ്റെത് 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂറും 40 മാർക്കിൻ്റെത് 60 മിനിറ്റും 1 മണിക്കൂറും ആയിരിക്കും എക്സാം നടക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ കോഴ്സിൽ എല്ലാ എക്സാമുകളും നടക്കുന്നത് 3 മണിക്കൂറായിരുന്നു എക്സാമുകൾ നടക്കുന്നത്.
ഇനി ക്വസ്റ്റ്യൻ പാറ്റേണും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ചൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ബി എഡിന് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന, അതായത് ബി എഡിൽ എങ്ങനെയാണ് ഒരു ടീച്ചർ ആവേണ്ടത്, ടീച്ചർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കുന്നതെന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ബ്ലൂം ടാക്സോണമിയുടെ റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ് ഇങ്ങനത്തെ ഉള്ളൊരു ഫോക്കസിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഓരോ എക്സാമിനും എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിലെങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നതെന്നാണ് പറയുന്നത്. ആദ്യം നമ്മൾ ഈ 56 മാർക്കിൻ്റെ, അതായത് 80 മാർക്കിൻ്റെ എക്സാമിൽ 56 മാർക്ക് നിങ്ങൾക്ക് എക്സാം എഴുതിയും 24 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണലുമാണ്. അതിൽ 56 മാർക്കുള്ളതിൽ നിങ്ങൾക്ക് വരുന്നത് 6 ക്വസ്റ്റ്യൻസ്. ആദ്യം പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി എന്നാണ് ക്വസ്റ്റ്യൻസ്. അതിൽ ആദ്യത്തെ പാർട്ട് 1ൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 6 മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. ആ 5 ക്വസ്റ്റ്യനും നിങ്ങൾ കംപ്ലീറ്റ് എഴുതണം, എല്ലാ ക്വസ്റ്റ്യൻസും എഴുതണം. അതിന് 2 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ 10 മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി പാർട്ട് സിയിൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. ആ 4 ക്വസ്റ്റ്യന് 4 മാർക്ക് ആണ് വരുന്നത്. ഇവിടെയാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ 9 ക്വസ്റ്റ്യൻസ് തരും, അതിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ 4 എസ്സേ തരുമായിരുന്നു, അതിലെന്ത് ചെയ്യും, 2 എസ്സേ നമ്മൾ എഴുതിയിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ട് സി, പാർട്ട് ഡി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് തരും. അതായത് ഇപ്പം 4 ക്വസ്റ്റ്യൻസ് തന്നെ തരും. ഒരു 16ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ എയും ബിയും കാണും. നിങ്ങൾക്കതിൽ ഇഷ്ടമുള്ള എയോ ബിയോ നിങ്ങൾ എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ എഴുതണം, 4 ക്വസ്റ്റ്യൻ എഴുതണം. അതിനാണ് 6 മാർക്ക് വരുന്നത്. മനസ്സിലായോ? അതായത് 17ാമത്തെ ക്വസ്റ്റ്യൻ കാണും, 18 കാണും, 19 കാണും, 20 കാണും. 17ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും കാണും, അതിൽ നിങ്ങൾക്ക് ബി എഴുതാം. 18ാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും കാണും, അത് നിങ്ങൾക്ക് അറിയാവുന്ന എ ആണോ ബി ആണോ അത് എഴുതാം. 19ാമത്തെ ക്വസ്റ്റ്യനിലും എ ബി, അതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് എഴുതാം. എയും ബിയും കൂടെ നിങ്ങൾ എഴുതണ്ട, നിങ്ങളുടെ സമയം നഷ്ടമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എ ആണോ അല്ലെങ്കിൽ ബി ആണോ എന്ന് നോക്കുക. ഇതിൽ ഏതാണോ നന്നായിട്ട് അറിയാവുന്നത് അത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് അടുത്തതും വരുന്നത്. പാർട്ട് ഡിയിൽ നിങ്ങൾ 4 ക്വസ്റ്റ്യൻ എഴുതണം. ഈ 4 ക്വസ്റ്റ്യനും എ ബി ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എഴുതാം. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വെച്ചിട്ടായിരിക്കും. അങ്ങനെ 24 മാർക്കാണ് കിട്ടുന്നത്. ഇവിടെ ഈ ഒരു മേജർ സബ്ജക്റ്റിന് വരുന്നത് ആദ്യത്തെ 1 മാർക്കിൻ്റെ 6 മാർക്ക്, അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ വീതം 5 ക്വസ്റ്റ്യന് 10 മാർക്ക്, ദെൻ 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യന് 16 മാർക്ക്, ദെൻ വരുന്നത് 6 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ 24 മാർക്ക്. അങ്ങനെ ടോട്ടൽ 56 മാർക്കാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ 42 മാർക്കിൻ്റെ എക്സാമിനാണ്. 42 മാർക്കിൻ്റെ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, പകരം 6 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കും. പിന്നീട് വരുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്, അത് നിങ്ങൾക്ക് എഴുതാം. ദെൻ വരുന്നത് 28 മാർക്കിൻ്റെയാണ്. 28 മാർക്കിൻ്റെ ആദ്യത്തെ അതുപോലെ തന്നെയാണ് 1 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ, ദെൻ വരുന്നത് 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻ, ദെൻ വരുന്നത് 4 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനുമാണ് വരുന്നത്. ഇങ്ങനെയാണ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മളവിടെ ഓപ്ഷൻ നിങ്ങൾ +1 +2 അങ്ങനെ തന്നെയാണ് എഴുതിയത്. ഇപ്പോൾ 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് തരും, അതിൽ നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ എഴുതാം, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യനും ഓരോ എ ബി എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ നിന്ന് നിങ്ങൾക്ക് എ ആണോ ബി ആണോ നന്നായിട്ട് അറിയാവുന്നത് അത് നിങ്ങൾക്ക് എക്സാമിനേഷന് എഴുതാനായിട്ട് സാധിക്കും. ഇനി എവിടെ നിന്നാണ് മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ കിട്ടുന്നത്? യൂണിവേഴ്സിറ്റി തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1ഉം സെറ്റ് 2ഉം കിട്ടും. അതിൽ നിങ്ങൾക്ക്
ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടേത് ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കാണും. അതിൽ നിങ്ങളുടേതേതാണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിനകത്ത് നിങ്ങളുടെ ഇപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതിനൊരു കോഡ് തന്നിട്ടുണ്ടല്ലോ, സബ്ജക്റ്റ് കോഡ്. ആ സബ്ജക്റ്റ് കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ബികോം വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3 ഇയർ ഡിഗ്രി വിദ്യാർത്ഥികളുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വരുന്ന സബ്ജക്റ്റുകൾ നിങ്ങൾ മാക്സിമം കണ്ടു നോക്കുക. ഏകദേശം ഒരേ സിലബസ് തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. വാട്സപ്പിലോ അല്ലെങ്കിൽ ടെലിഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്